ശ്രീ കെ.സി. വേണുഗോപാൽ 35-ാം നാൾ ഈ സമരം വിജയം കാണുന്നു. ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വരുന്നു. ഗത്യന്തരമില്ലാതെയാണോ ഈ രാജി, ശ്രീ കെ.സി. വേണുഗോപാൽ? ഗത്യന്തരമില്ലാതെ ഇന്ത്യൻ യുവതയുടെയും വിദ്യാർത്ഥികളുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും കോൺഗ്രസ് അടക്കമുള്ള മുന്നോട്ടുള്ള പ്രവർത്തനത്തെയും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടത്തിന് മുന്നിൽ മോഡി മുട്ടുമടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ഇത്രയും ദിവസക്കാലം പിടിച്ചു നിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു മോഡി നടത്തിയത്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഗത്യന്തരമില്ലാത്ത രാജിയാണ് ഈ രാജി എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എത്രയേറെ വിദ്യാർത്ഥികളാണ് ഇത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. എത്ര വിദ്യാർത്ഥികളെയാണ് അടിച്ചു തീർത്തത്, എത്ര പേർക്കെതിരായിട്ടാണ് കേസുകൾ, കള്ളക്കേസുകൾ, എന്തെല്ലാം പീഡനങ്ങളാണ് നടത്തിയത്. അപ്പൊ ഇതിനെല്ലാം അറുതി വരുത്താൻ കഴിയുമായിരുന്നു നേരത്തെ രാജിവെച്ചിരുന്നുവെങ്കിൽ. വെക്കാതെ വാശി പിടിച്ച് ഇന്നലെ വൈകുന്നേരം പോലും ധർമ്മേന്ദ്ര പ്രധാൻ ഈ വാശി പിടിച്ച് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ ഭാവി കൊണ്ട് പന്താടുകയായിരുന്നു സർക്കാർ CBSE നീറ്റിലൂടെ. അതിന്റെ നേതൃത്വം കൊടുത്ത ആളായിരുന്നു ഈ മന്ത്രി. അപ്പൊ രാജിവെക്കണം എന്നുള്ള ഞങ്ങളുടെ ആവശ്യം ന്യായമാണ് എന്ന് ഇന്ത്യൻ ജനത ഒട്ടാകെ വിളിച്ചു പറഞ്ഞു. എന്നിട്ടും മോഡി കുലുങ്ങിയില്ല. പക്ഷെ അവസാനം ഈ വൻ പോരാട്ടം കണ്ടപ്പോൾ ആ പോരാട്ടത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഉജ്ജ്വല പോരാട്ടം നയിക്കാൻ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ മുന്നിൽ നിന്നു. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഏറ്റവും ശക്തമായി നിന്നു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഈ പോരാട്ടം വിജയിച്ചതിന് എന്നുള്ള കാര്യം സംശയമില്ല.